ഹംസവിദ്യ ഗുരുകുലം. തസ്മിൻ സതി ശ്വാസ പ്രശ്വാസയോ ഗതി വിച്ഛേദ പ്രാണായാമ എന്നാണ് പ്രാണായാമത്തെക്കുറിച്ച് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നത്. അതായത് യമനിയമങ്ങളൊക്കെ പാലിച്ച് ഒരു തനിക്ക് പറ്റിയ ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് ശ്വാസത്തിൻ്റെയും പ്രശ്വാസത്തിൻ്റെയും ഗതിയെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ശ്വാസത്തിൻ്റെ അകത്തേക്കുള്ള പോക്കിനെയും പ്രശ്വാസത്തിൻ്റെ പുറത്തേക്കുള്ള പോക്കിനെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് പ്രാണായാമം എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. അത് വീണ്ടും ഒരു വിശദീകരണം കൂടെ കൊടുക്കുന്നുണ്ട്. ബാഹ്യാഭ്യന്തര സ്തംഭവൃത്തി ദേശകാല സംഖ്യാഭി പരിദൃഷ്ടോ ദീർഘസൂക്ഷ്മ. പുറത്തേക്കുള്ള പോക്ക് ബാഹ്യം, ആഭ്യന്തര അകത്തേക്കുള്ള പ്രാണന്റെ കയറ്റം. ഇതിനെ സ്തംഭിപ്പിക്കേണ്ടത് ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ സംഖ്യയുടെയോ അടിസ്ഥാനത്തിൽ ദീർഘമാക്കി കൊണ്ടുവന്ന് സൂക്ഷ്മമാക്കി കൊണ്ടുവരണം. അങ്ങനെ പ്രാണായാമം ദീർഘമായി കൊണ്ടുവന്നും സൂക്ഷ്മമാക്കി വളരെ നൈസായിട്ട് വന്ന് ധ്യാനത്തിലെത്തുമ്പോൾ ശ്വാസം ഇല്ലാണ്ടായിത്തീരും. അപ്പോൾ അതാണ് യഥാർത്ഥ ശ്വാസം ഇല്ലാത്ത അവസ്ഥയാകുന്നു യഥാർത്ഥ പ്രാണായാമം. ഇതിന് സാധാരണ യോഗശാസ്ത്രത്തിൽ കേവല കുംഭകം എന്നാണ് പറയുന്നത്. കേവല കുംഭകമാണ് ശരിക്കും പ്രാണായാമം ഉണ്ടാകുന്നത്. പ്രാണായാമം വെച്ചാൽ ശ്വാസത്തിന്റെ പ്രവർത്തനം ഇല്ലാത്ത അവസ്ഥയാണ്. അതിന് പകരം കംപ്രസർ വർക്ക് ചെയ്യണ പോലെയും സിംഹം ഗർജിക്കുന്ന പോലെയും ഒക്കെയുള്ള വലിയ ശബ്ദത്തോടു കൂടിയുള്ള പ്രാണായാമം, ശക്തിയോടുകൂടിയുള്ള പ്രാണായാമം ചെയ്യാനാണ് ആളുകൾ ചെയ്യുന്നത്. അതൊന്നും പ്രാണായാമമല്ല.